വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന, അതായത് ഏകദേശം 3 വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. കാരണം ഈ യുക്രൈൻ ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പിട്ടു എന്ന് അമേരിക്ക പറയുന്നു. അപ്പം അടുത്ത റഷ്യയും കൂടെ ഒന്ന് ഒപ്പുവെച്ചാൽ ഇനി ഈ യുദ്ധം അവസാനിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അപ്പൊ യഥാർത്ഥത്തിൽ 3 വർഷത്തോളമായിട്ട് നിലനിൽക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ. ആ ഒരു യുദ്ധത്തിന് ഇടാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ യുക്രൈനെ ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതി ഇട്ടതായിരിക്കാം. എന്നാൽ പോലും ഇപ്പോൾ 3 വർഷത്തെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനവും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുമാണ് ഇപ്പോൾ ഇത് യുദ്ധം അവസാനിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോ തന്നെ പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, ലോകത്ത് സമാധാനം സ്ഥാപിക്കും എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ കുറച്ച് നാളുകളായിട്ട് വീണ്ടും യുക്രൈനെതിരെ റഷ്യ വീണ്ടും ആക്രമണം നടത്തുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ യുക്രൈൻ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. ഇനി റഷ്യയുടെ ഒരു നിലപാടാണ് നമുക്ക് അറിയേണ്ടത്. പുടിൻ എങ്ങനെ ഇത് എടുക്കും എന്നുള്ള കാര്യം മനസ്സിലായില്ല. കാരണം ഇനി യുദ്ധം എന്താകും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പുടിനാണ്. പക്ഷെ അമേരിക്കയുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിന് ശേഷം റഷ്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കൂടുതലും ആരോപിക്കുന്നതെന്ന് പറയുന്നത് സെലൻസ്കി രാജിവെക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് യുക്രൈൻ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ യുക്രൈനിലെ ജനങ്ങളടക്കമുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, സെലൻസ്കി രാജിവെക്കണമെന്ന്. അവിടെയാണെങ്കിലും സൈന്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേരാണ് ആത്മഹത്യ ചെയ്തത്. കാരണം യുദ്ധഭീതിയിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കാരണം യുദ്ധം ചെയ്യാതിരിക്കുക, അവിടെ പ്രായപൂർത്തിയാവുന്ന ആണുങ്ങളെല്ലാം ഇങ്ങനെ സൈന്യത്തിൽ ചേർക്കണം, അങ്ങനെ ഒരു നിർബന്ധപൂർവമായിട്ട് അവിടെ സൈന്യത്തിൽ ചേർക്കണം എന്നുള്ള രീതിയുണ്ട്, നിബന്ധനയൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൂടുതലും ജനങ്ങൾക്കാണെങ്കിൽ പോലും കൂടുതലും അവരെ എന്താ ഇമോഷണലി ആണെങ്കിലും അതെ നമുക്ക് എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് സൈന്യം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അതാണെങ്കിലും പെണ്ണാണെങ്കിലും ഭയങ്കര മനഃശക്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഈ സൈന്യം എന്ന് പറയുന്നത്. അപ്പം സാധാരണ ജനങ്ങളിലപ്പുറം ഒരു ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഇപ്പൊ യുദ്ധത്തിൽ പോകുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും മരണപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കൂടുതലാണ്. അത് മാത്രമല്ല എതിർത്ത് നിൽക്കാനും ഫൈറ്റ് ചെയ്ത് നിൽക്കാനും നമുക്ക് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ പവറും വേണം, ഫിസിക്കൽ പവറും വേണം. അതില്ലാത്തവരെ നിർബന്ധിച്ച് കയറ്റുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പലർക്കും താല്പര്യം കാണില്ല, പക്ഷെ അങ്ങനെ അവരെ നിർബന്ധത്തിന് വഴങ്ങി അവര് ചേരുമ്പോഴത്തേക്കും അവർക്കും അത് മെന്റലിയും ഫിസിക്കലി ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പിന്നെ വേറെ മരണമല്ലാതെ വേറൊരു വഴിയില്ല. ഇതേ ഒരു നിലപാട് തന്നെയാണ് ഉത്തര കൊറിയയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കിം ജോങ് ഉന്നിന്റെ സൈന്യത്തിലും ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ ആളുകൾ സൈന്യത്തിൽ ചേരണം എന്നുള്ളൊരു രീതി. മെന്റൽ ടോർച്ചറിങ് ആണ് യഥാർത്ഥത്. ഇന്ത്യയിലും അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്, പക്ഷെ അത് വന്നില്ല. വരാതിരിക്കട്ടെ. കാരണം അതൊന്നും നമ്മള് താല്പര്യപ്പെട്ട് പോവാണെങ്കിൽ നമുക്ക് അത് മരണപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്നത്, രാജ്യത്തെ സേവിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നിർബന്ധപൂർവ്വം ഈ യുദ്ധത്തിന് പോവുക, അവിടെ മരണപ്പെടുക. കാരണം യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ നമുക്കറിയാം എപ്പോഴാണ് മരണപ്പെടുന്ന ഒരു ഭയത്തിലായിരിക്കും നമ്മളുള്ളത്. അപ്പൊ താല്പര്യം കൂടെ ഇല്ലാതെ വരുമ്പം അത് ആളുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല യുക്രൈനില് ഇപ്പോൾ അനധികൃതമായി പിടിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അതിനകത്തെ ആണുങ്ങളെയും അവര് നിർബന്ധിത സൈന്യത്തിലേക്ക് ഏർപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മലയാളികളുടെ ജീവനും ഇല്ലാതായിട്ടുണ്ട്. ഇപ്പൊ റഷ്യയിലാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതായത് അനധികൃതമായി കുടിയേറുന്ന മറ്റു രാജ്യക്കാരിൽ ആരാണെങ്കിലും അവരെ സൈന്യത്തിലേക്ക് എടുക്കും എന്നുള്ള രീതിയിലാണ് നിർബന്ധിത സേനയിലേക്ക് അവരെ ഏർപ്പെടുത്തുകയും തടയാൻ സാധിക്കും. അതെ, പക്ഷെ അങ്ങനെയുള്ള ഒരു നിബന്ധന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് യഥാർത്ഥത്തില്. ഇനിയും പിന്നെ യുദ്ധങ്ങൾ പിന്നെയും ഇങ്ങനെ ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അമേരിക്കയുടെ ഒരു സഹായത്തോടെ ഈ യുദ്ധങ്ങൾ അവസാനിക്കുമെന്നുള്ളത് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തതുപോലെ വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ വലിയ ഫലമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഇതാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിടുത്തെ ജനങ്ങൾക്കാണെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ ഇനിയുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യുക്രൈൻ ഇപ്പോൾ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ യുക്രൈൻ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് പുടിന്റെ ചാൻസ് ആണ്. പുടിന്റെ തീരുമാനമാണ് ഇനി എന്താകും എന്നുള്ളത് അറിയിക്കാൻ സാധിക്കുന്നത്. അപ്പം പുടിനെ എന്താണ് യുക്രൈൻ മുഴുവനായിട്ടും ഇല്ലാതാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ നിലനിന്നിട്ടുള്ളത്. അപ്പം ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു സൗഹൃദം വെച്ച് നോക്കുമ്പോൾ പുടിൻ ഇതിന് സമ്മതിക്കാനും
സാധ്യതയുണ്ട്. മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തികളാണ് പുടിനും. ഒരു എന്താ പറയുന്നത്, ഒരു സമാധാനപ്രിയനായിരിക്കാം, ശത്രുത ഉണ്ടെങ്കിലും പക്ഷെ സമാധാനത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം പാവപ്പെട്ട നിരവധി ജനങ്ങളുടെ ജീവൻ വരെ ഇല്ലാതായി, കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതിനൊരു സമാധാനപരമായിട്ടൊരു നീക്കം നടത്തണം എന്നുള്ളത് പുടിനും തീരുമാനിക്കും. കാരണം ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട സ്ഥിതിക്ക് നമുക്ക് എന്താണേലും ഇവര് തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതെ, എന്താണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധങ്ങളെല്ലാം ഉടനെ അവസാനിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഇരിക്കാം.